നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ മിക്കവാറും മാധ്യമങ്ങൾ പൂഴ്ത്തിവെച്ച ഒരു വാർത്തയുണ്ട്. 2019 തന്നെ CPM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടിരുന്ന വിവരം. കഴിഞ്ഞ ദിവസം മുൻ മന്ത്രിയും CPMന്റെ മുതിർന്ന നേതാവുമായ AK ബാലൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായപ്പോഴും ഇക്കാര്യം ആരും പറഞ്ഞില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈനാമ്പേച്ചി, മരപ്പട്ടി, തേള്, നീരാളി തുടങ്ങിയ ചിഹ്നങ്ങളിൽ മത്സരിക്കേണ്ടി വരുമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ്റെ പ്രസ്താവന വലിയ വിവാദമാണ് ഉണ്ടാക്കിയത്. ഇത്തവണ ലോക്സഭയിൽ നിശ്ചിത ശതമാനം വോട്ട് ലഭിച്ചില്ലെങ്കിൽ പാർട്ടി ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നം പാർട്ടിക്ക് നഷ്ടപ്പെടുമെന്നാണ് ബാലൻ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞത്. എന്നാൽ 2019 തന്നെ CPMന് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടേണ്ടതായിരുന്നു. ഇക്കാര്യം AK ബാലന് അറിയാമായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദയയുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ പാർട്ടി പദവിയുമായി CPM മുന്നോട്ട് പോകുന്നത്. അതേസമയം CPIയുടെ ദേശീയ പാർട്ടി പദവി നഷ്ടമായി കഴിഞ്ഞു. CPMന് കിട്ടിയ ആനുകൂല്യം CPIക്ക് ലഭിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: കേന്ദ്രം ഭരിക്കുന്ന BJPയും CPMും തമ്മിലുള്ള അന്തർധാര. ദേശീയ പാർട്ടി പദവി ലഭിക്കുവാനുള്ള മാനദണ്ഡങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. 3 വ്യവസ്ഥകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വച്ചിട്ടുള്ളത്. 1, 4 സംസ്ഥാനങ്ങളിൽ എങ്കിലും 6% വോട്ടും 4 MPമാരും. 2, 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 2% വോട്ട് ലഭിക്കുന്ന തരത്തിൽ 11 സീറ്റുകൾ. 3, 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി. ഇപ്പറഞ്ഞ 3 വ്യവസ്ഥകളിൽ ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി ലഭിക്കുകയുള്ളൂ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ പറഞ്ഞ ഏതു വ്യവസ്ഥയാണ് CPMനുള്ളത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് മൊത്തം കിട്ടിയ സീറ്റുകൾ കേവലം 3. കേരളത്തിൽ നിന്നും 1, തമിഴ്നാട്ടിൽ നിന്നും 2. ഒരു കാലത്ത് CPMന്റെ കുത്തകയായിരുന്ന ബംഗാളിൽ നിന്നും 0 സീറ്റുകളാണ് കിട്ടിയത്. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 0. ത്രിപുരയിലും 0. നേരത്തെ പറഞ്ഞ 3 വ്യവസ്ഥകളിൽ ഏത് വ്യവസ്ഥ പ്രകാരമാണ് CPM ഇപ്പോഴും ദേശീയ പാർട്ടിയായി തുടരുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ പാർട്ടി പദവി തുടരണമെങ്കിൽ കേരളത്തിൽ നിന്നും 8 സീറ്റുകൾ ലഭിക്കുകയും തമിഴ്നാട്ടിൽ നിന്നും 2 സീറ്റുകളും രാജസ്ഥാനിൽ നിന്നും 1 സീറ്റ് ലഭിക്കുകയും വേണം. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ദയ അവസാനിപ്പിക്കുവാൻ അവർ നിർബന്ധിതരാവുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.